രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും മുഖ്യന്റെ മുമ്പിൽ അടഞ്ഞിരിക്കുകയാണ്. കാരണം ശബരിമല വിഷയത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലും ഗതികെട്ട ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞിരുന്ന CPM ഇപ്പോൾ സ്വന്തം മുഖ്യനെ സംരക്ഷിക്കേണ്ട ഗതിയാണ്. ഇന്ന് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പമ്പയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. BN വാസവന്റെ നേതൃത്വത്തിലാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയി തുടങ്ങി എന്ന് മനസ്സിലായതുകൊണ്ടാകാം ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് യോഗം വെച്ചിരിക്കുന്നത്. വൃശ്ചികം 1 മുതൽ ശബരിമലയിൽ സാധാരണയേക്കാൾ ഭക്തജന തിരക്ക് കൂടുതലായിരുന്നു. കഴിഞ്ഞ ദിവസം ലോവർ തിരുമുറ്റത്തെ തിരക്ക് കണ്ട് ഞാൻ തന്നെ ആശങ്കപ്പെട്ടുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറയുകയുണ്ടായിരുന്നു. മുഖ്യന്റെ കൂട്ടാളി തന്നെയാണ് ഇത് പറയുന്നത് എന്നോർക്കണം. എന്നാൽ ശബരിമലയിലെ പ്രശ്നങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ശബരിമല ചന്ദ്രാനന്ദൻ റോഡ് വഴി ആളുകൾ ചാടിയെത്തുകയാണ്. അതുപോലെ പമ്പയിൽ വലിയ ഭക്തജന കൂട്ടമുണ്ട്. പമ്പയിലേക്ക് ഭക്തരെ വിടുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് പോലീസിന് കത്തും നൽകിയിരുന്നു. എന്നിട്ടും ഭക്തർക്ക് 10-15 മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതുപോലെ ദേവസ്വം ജീവനക്കാർക്ക് അവിടെ മെസ്സ് സൗകര്യമില്ല. ശുചിമുറികൾ വൃത്തിയാക്കാൻ സംവിധാനവുമില്ല. കുടിവെള്ള വിതരണത്തിനും പ്രശ്നമുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുന്നുമുണ്ട്. അതായത് വമ്പൻ പ്രതിസന്ധിയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് സാരം. എല്ലാം സുഗമമാണെന്ന് പോലീസ് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ എന്ന് ഓർക്കണം. അതുപോലെ ക്യൂ കോംപ്ലക്സിന്റെ ഉദ്ദേശം നിറവേറ്റിയിട്ടുമില്ല. അവധി ദിവസങ്ങളാകുമ്പോൾ ഇനിയും തിരക്ക് കൂടും എന്നതാണ് കണക്കാക്കുന്നത്. ഈ സ്ഥിതിഗതിയെ എങ്ങനെ നേരിടുമെന്ന ചോദ്യം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. സത്യം പറഞ്ഞാൽ ശബരിമലയിൽ കൊള്ള നടത്തിയവർ പിടിയിലായതോടെ വിശ്വാസികൾ ആവേശത്തോടെ മല ചവിട്ടുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കൂട്ട നിയന്ത്രണത്തിൽ വലിയ പിഴവുകൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മുഖ്യന്റെ കൂട്ടരുടെയും മുഖ്യന്റെ പോലീസിന്റെയും പിഴവുകേട് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ യോഗം ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും അവലോകന യോഗമാണ് നടത്തുന്നത്. പമ്പയിൽ വെച്ചിട്ടാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി പ്രകാരമാണ് യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് സർക്കാരിന് ഇതിൽ നേരിട്ട് ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും യോഗം കഴിഞ്ഞാലെങ്കിലും നല്ല രീതിയിൽ തീർത്ഥാടനത്തെ നയിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ പറയാം.